നമ്മളും പല ആളുകൾക്കും രോഗം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രോഗം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ സുഹൃത്തിന് രോഗം വന്നു, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ രോഗികളായി മാറി, നമ്മൾ അറിയുന്ന മറ്റാരെങ്കിലും രോഗികളായി മാറി. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഒരു രോഗിയെ നമ്മൾ സന്ദർശിച്ച് അവരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും, അവർക്ക് സന്തോഷമുണ്ടാകും, അവരുടെ രോഗത്തിൽ നിന്ന് അവർക്ക് ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രോഗികളെ സന്ദർശിക്കണം. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതകളിൽപ്പെട്ടതാണ്. ഇയാദത്തുൽ മരീൽ, രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികളെ നമ്മൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. രോഗികളെ സന്ദർശിച്ച് അവർക്ക് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, നീയാണ് ഷിഫ നൽകുന്നവൻ, നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഷിഫ നൽകാൻ കഴിയില്ല. അള്ളാഹു നൽകുന്ന ഷിഫ രോഗം തിരിച്ചു വരാത്ത രൂപത്തിലുള്ള ഷിഫയാണ് എന്ന് പറഞ്ഞാൽ ഏത് രോഗങ്ങളാണെങ്കിലും അള്ളാഹുവെ നിനക്ക് സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഒന്നാമതായി രോഗികളെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്.